സബ്ജക്ട് പ്ലസ് ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം. എന്തുകൊണ്ട് നീ ഇന്നലെ എന്നെ വിളിച്ചില്ല എന്ന് ചോദിക്കുകയാണ് ഞാൻ. വൈ ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ? അപ്പോൾ ഉടനടി നിമ്മി പറയാണ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നിമ്മി പറഞ്ഞു I was busy yesterday. I was busy yesterday. സംഭാഷണമാണ്. അപ്പോൾ റിയൽ ലൈഫിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കേട്ടോ. I was busy yesterday. I was busy yesterday. അപ്പോൾ സംഭാഷണത്തിൽ നിങ്ങൾ പറഞ്ഞ സെൻറ്റൻസ് ഞാൻ മാറ്റി കളർ കൊടുക്കുകയാണ്. ഓക്കെ, I was busy yesterday. Why didn't you call me yesterday? I was a little busy yesterday. I was busy. I was busy. I was busy yesterday. Okay, good. I was busy yesterday. Good. ഇനി ഞാൻ പറയാണ്, ഉടനടി ഞാൻ ചോദിക്കും എന്തുകൊണ്ട് നീ തിരക്കിലായിരിക്കും എന്ന് ചോദിക്കണം. എന്തുകൊണ്ട് നീ തിരക്കിലായിരുന്നു? Why were you busy yesterday? Yeah. Why were you busy yesterday? Why were you busy? അത്ര മതി. കാരണം എന്താ, ചോദ്യം അവിടെ ഓൾറെഡി യെസ്റ്റർഡേ എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ why were you busy, എന്തുകൊണ്ട് തിരക്കിലായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുകയാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. I had to go to my husband's house yesterday. I had to go. I had to. കണ്ടോ, അവിടെ തെറ്റിക്കരുത്. I had to go to my husband's ഇങ്ങനെയാണ്. husband's house yesterday. Oh, sorry, house. husband's house മതി, അത്ര മതി. I had to go to my husband's house. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ ഇത്രയും വരെ ഒന്ന് നോക്കാം കേട്ടോ, ശ്രദ്ധിക്ക്. ഇത്രയും വരെ നമുക്ക് നോക്കി നോക്കി. ഓക്കെ, നമ്മൾ ഷുഡ് ഉപയോഗിച്ച ടോപ്പിക് പഠിച്ചുകൊണ്ടൊന്നും മാത്രം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം? ഡിഡ് വേണം, വാസ് വേണം, ഹാഡ് ടു വേണം. ഈ 3 ടോപ്പിക്സും ഞാൻ പറഞ്ഞ 50 ടോപ്പിക്കിൽ പെട്ടതല്ലേ? അല്ലേ? അപ്പോൾ ഞാൻ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണോ, ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കണോ? റിസൾട്ട് കിട്ടാൻ സ്റ്റുഡൻസിന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. ഇതതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പറഞ്ഞു പോകണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പ്രാക്ടീസ് കുറവായിരിക്കുന്നു, നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. AB കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ഓക്കെ, why didn't you call me yesterday? I was busy yesterday. Why were you busy? I had to go to my husband's house. Good. ഇനി ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നീ പോയോ ഹസ്ബൻഡ് വീട്ടിലേക്ക്? Yes. ചോദ്യം I ചോദിക്കും. went to my husband. No, yes. ചോദ്യം. Did you go to husband's house yesterday? Yeah. Did you go to your did you go there yesterday എന്ന് ചോദിച്ചാൽ മതി അല്ലേ, കുറച്ചുകൂടി ഷോർട്ട് ആക്കാം. Did you go there yesterday? Did you go there? പോയോ എന്ന് ചോദിക്കാണ്. ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. എനിക്ക് ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്ന് ചോദിക്കും, നിങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ ചോദിക്കണം, നീ പോയോ അവിടേക്ക്? ചോദിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഐ ഹാഡ് ടു ഗോ ടു മൈ ഹസ്ബൻഡ്സ് ഹൗസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകേണ്ടത് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അർത്ഥം വരുന്നുള്ളൂ. പോയിന്നോ പോയില്ല എന്നൊന്നും അർത്ഥം വരുന്നില്ല. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് നീ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി, പക്ഷെ അവിടെ എത്താൻ എനിക്ക് സാധിച്ചില്ല, എനിക്ക് അവിടെ എത്താൻ സാധിച്ചില്ല, കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ സംഭാഷണം പോയേക്കാം. മനസ്സിലായോ? അപ്പോൾ ഡിഡ് യു ഗോ ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ അവിടേക്ക് പോയോ എന്നാണ്, നീ അവിടെ എത്തിയോന്നല്ല. ഓക്കെ, അപ്പോൾ ആൻസർ പറയുന്ന സമയത്ത് ഐ വെന്റ് ദേർ, ഞാൻ പോയി. യെസ്, ഐ വെന്റ് ദേർ. കണ്ടോ? യെസ്, ഐ വെന്റ് ദേർ. ബട്ട് ഐ കുഡന്റ് റീച്ച് ദേർ, അവിടെ എത്താൻ സാധിച്ചില്ല. അങ്ങനെ വേണമെങ്കിൽ അവിടെ സെന്റൻസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. എന്തോ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, യെസ് ഐ വെന്റ് ദേർ. ഇങ്ങനെ പറഞ്ഞാൽ അവിടെ അവസാനിക്കുകയാണ്, വേറെ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്തി എന്നുള്ളത്. ഓക്കെ, ഗുഡ്. വീണ്ടും സംഭാഷണത്തിലേക്ക് വരാണ്. അതിന് മുമ്പ് ഞാൻ നോക്കട്ടെ കേട്ടോ, എത്ര ടോപ്പിക്സ് കവർ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഡിഡ്, വാസ് വെയർ, ഹാഡ് ടു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. സോ start from the very beginning. Why didn't you call me yesterday? I was busy yesterday. Why were you busy? I had to go to my husband's house yesterday. Did you go there? Yes, I went there.
When did you reach there? I reached at 5. Okay. I reached there at 5. കേട്ടോ, അപ്പോൾ ഇവിടെ ചോദ്യമുണ്ട്, when did you, ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചാൽ പറ്റും. when did you reach there? റീച്ച് ആണോ റീച്ച്ഡ് ആണോ? റീച്ച് ആണോ? യെസ് ആൻസറിൽ മാത്രമാണ് റീച്ച്. when did you reach there? എത്ര മണിക്കാണ് അവിടെ എത്തിയത്? when did you reach there? എപ്പോഴെത്തി അവിടെ? I reached there. I reached at 5. I reached there at 5. I reached there at 5. There at 5. ഓക്കെ, അപ്പോൾ ഈ സംഭാഷണം അത്ര വരെ ഞാൻ നിർത്താം കേട്ടോ. അത്ര വരെ ഞാൻ നമുക്കൊന്നും കൂടി പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പഠിച്ച ടോപ്പിക്സ് തന്നെ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. ഡിഡും ഹാവ് ഹാസും അങ്ങനെയുള്ള സിമ്പിൾ സംഭവങ്ങളാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്സേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, സംഭാഷണം ഒന്നും കൂടി. ഐ റീച്ച്ഡ് ദേർ. ഓക്കെ, ഗുഡ്. ഓക്കെ, why didn't you call me yesterday? I was busy yesterday. Why were you busy? I had to go to my husband's house yesterday. Did you go there? Yes, I went there. Okay, when did you reach there? I reached there at 5. So you should have called me after 5. Why didn't you call me after 5? കണ്ടോ? അപ്പോൾ നിനക്ക് എന്നെ 5 മണിക്ക് ശേഷം വിളിക്കാമായിരുന്നു. So you should have called. ശരിയാണോ? Yes, sir. കറക്റ്റ് ആണ്. കാരണം എന്താ, നമ്മൾ പഠിച്ച തിയറി നോക്ക്. ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം ഫോർ പാസ്റ്റ്. കണ്ടോ? ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം. കണ്ടോ? ഷുഡ് ഹാവ് ഡൺ സംതിങ്. യു ഷുഡ് ഹാവ്. സോ യു ഷുഡ് ഹാവ് കോൾഡ് മീ ആഫ്റ്റർ 5. 5 മണിക്ക് ശേഷം നീ എന്നെ വിളിക്കണമായിരുന്നു. സോ യു ഷുഡ് ഹാവ് കോൾഡ് മീ ആഫ്റ്റർ 5. 5 മണിക്ക് ശേഷം നീ എന്നെ വിളിക്കണമായിരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ചോദിക്കണം, why didn't you call me after 5? Why didn't you call me after 5? 5 മണിക്ക് ശേഷം നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? അപ്പൊ അതിന്റെ ആൻസർ വീണ്ടും പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കാണ്. നമ്മൾ ടോപ്പിക് എന്തായിരുന്നു? ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം. ഓക്കെ, ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ്. ഓക്കെ, അത് സംസാരിക്കണമെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സും ഇതും തമ്മിൽ കണക്ഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, ഫൗണ്ടേഷനിൽ നിന്നാണ് കളി നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഫൗണ്ടേഷൻ. ഏതാ? ഡിഡ്, ഡു ഡസ്, വാസ്, ഹാവ് ടു, ഹാഡ് ടു, there is, there are, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളൊരു 50 ടോപ്പിക്സ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് 60% ഇംഗ്ലീഷ് ഉറപ്പാണ്. ഓക്കെ, എനർജി നിങ്ങൾ കളയരുത്. നിങ്ങൾ ബാക്കിയുള്ള 40% ഇംഗ്ലീഷിന് വേണ്ടി ഉപയോഗിക്കുന്ന ടോപ്പിക്സ് ഉണ്ട്. 550 ടോപ്പിക്സ് വേണമെങ്കിൽ എത്ര ശതമാനം ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ്? 40% ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവൻ പഠിക്കാൻ പറ്റുമോ? വളരെ എളുപ്പത്തിൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ പറ്റാവുന്ന അത്ര കവർ ചെയ്ത് പോവുക. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗവും. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇതിലേക്ക് കോൺസെൻട്രേഷൻ നമുക്ക് വരട്ടെ. ഓക്കെ, 3 പ്രാവശ്യമല്ല 5 പ്രാവശ്യമല്ല, നമുക്ക് എത്ര തവണ പ്രാക്ടീസ് ചെയ്താലും മടി തോന്നരുത്. യു ഷുഡ് ഹാവ് കോൾഡ് മീ ആഫ്റ്റർ 5. കം ഓൺ. You should have called me after 5. You should have called me after 5. You should have called me after 5. അപ്പൊ എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. നീ എന്നെ എന്ത് ചെയ്യണമായിരുന്നു? നീ എന്നെ 5 മണിക്ക് ശേഷം വിളിക്കണമായിരുന്നു. 5 മണിക്ക് ശേഷം വിളിക്കണമായിരുന്നു. അപ്പൊ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ഒരാൾ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം ചെയ്തു, അത് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നീ അത് ചെയ്യണമായിരുന്നു. അത് വെറുതെ കേട്ടാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിത് ഇതിനെ മാത്രം ഇനി എടുക്കാം കേട്ടോ. സംഭാഷണത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നില്ല. സംഭാഷണം ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ ഇനി പറയും, അതിന് കണക്ട് ചെയ്ത് വീണ്ടും സെന്റൻസ് പോവും. ഓക്കെ, എന്റെ ടോപ്പിക് ഇതാണ്. യു ഷുഡ് ഹാവ് കോൾഡ് മീ അറ്റ് 5. യു ഷുഡ് ഹാവ്, വെയിറ്റ് എ മിനിറ്റ്. യു ഷുഡ് ഹാവ് കോൾഡ് മീ അറ്റ് 5. നീ എന്നെ 5 മണിക്ക് വിളിക്കണമായിരുന്നു. കണ്ടോ?
നീ എന്നെ 5 മണിക്ക് വിളിക്കണമായിരുന്നു. ഷുഡ് ഹാവ് കോൾ മീ അറ്റ് 5 യെസ്റ്റർഡേയും കൂടി ആഡ് ചെയ്യാം. യെസ്റ്റർഡേ 5 പ്രാവശ്യം പറഞ്ഞ എല്ലാവരും. You should have called me at 5 yesterday. Come on. You should have called me at 5 yesterday. പ്രാക്ടീസ് ചെയ്യുന്നത് കൃത്യമായിക്കോട്ടെ. You should have. കണ്ടോ? You should have called me at 5 yesterday. 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 Come on. You should have called me at 5 yesterday. You should have called me at 5 yesterday. You should have called me at 5 yesterday. Should have മാത്രമല്ല. Should have. Should have. Should have. Should have. Should have. Should have. അത്ര മതി. You should have called me. അത്ര പറഞ്ഞേ. You should have called me. You should have called me. You should have called me. അവിടെ വീണ്ടും should have എന്ന് വരുന്നുണ്ട്. should have വേണ്ടാന്ന്. ഈ should ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത പറയട്ടെ. ഈ d ഉണ്ടല്ലോ, should have, should d, ഈ d ഇവിടെ കേൾക്കാൻ പാടില്ല. ഇതും കൂടി മിക്സ് ആവുന്ന ഒരു സ്വരമുണ്ട്. should have. Come on. Okay, sir. You should have called me at 5 yesterday. You should have called me at 5 yesterday. You should have called me at 5 yesterday. ഇവിടെ അതുപോലെ തന്നെ call me നമ്മൾ കേൾക്കണുള്ളൂ. call me. എന്താ കാരണം? called എന്ന ഇതിന്റെ ഡും ഈ മീയുടെ ആ സ്വരം കൂടി മിക്സ് ആയിട്ടുള്ള ഫോം വരുമ്പോ call me അത്ര കേൾക്കുള്ളൂ. അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമോ? അതൊന്നും നിങ്ങൾ നോക്കണ്ട. എങ്ങനെയാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, നമുക്ക് അവിടെ എല്ലാം കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ യു ഷുഡ് ഹാവ് കോൾഡ് മീ അറ്റ് 5 യെസ്റ്റർഡേ. അങ്ങനെ എടുത്തെടുത്ത് പറയണം ഓരോന്നും. അങ്ങനെ എവിടെയും നിങ്ങൾ കേൾക്കില്ല ലാംഗ്വേജ് ഉപയോഗിക്കുന്നവര്. അവർ പറയുന്നത് യു ഷുഡ് ഹാവ് കോൾഡ് മീ യെസ്റ്റർഡേ, പകുതി കേൾക്കും കൂടിയില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക് ഷുഡ് ഹാവ് കോൾഡ് മീ യെസ്റ്റർഡേ, ഇത്ര കേൾക്കുള്ളൂ. കമോൺ, അതുപോലെ തന്നെ പറയും യു ഷുഡ് ഹാവ് കോൾഡ് മീ അറ്റ് 5 യെസ്റ്റർഡേ. കമോൺ. You should have called me at 5 yesterday. 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 Good. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും കേട്ടോ. ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം. ഓക്കെ, ഈ വെർബിന്റെ തേർഡ് ഫോമിനെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഷുഡ് ഹാവ് വെർബ് തേർഡ് ഫോം. ക്ലിയർ അല്ലേ? വെർബിന്റെ തേർഡ് ഫോം ആണ് ഇതെങ്കിൽ ഏത് വെർബ് തേർഡ് ഫോമും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എത്ര സെന്റൻസാ? ഇത് 500 സെന്റൻസ് ആണ്. 500 വെർബ് നിർബന്ധമായിട്ടും വേണം. നീ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തോ? ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തില്ല. ഉടനടി ടീച്ചർ എന്താ പറയേണ്ടത്? നീ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു, നീ എന്തുകൊണ്ട് ചെയ്തില്ല? യു ഷുഡ് ഹാവ് പ്രാക്ടീസ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. വൈ ഡോണ്ട് യു പ്രാക്ടീസ് ഇംഗ്ലീഷ്? കണ്ടോ? ക്ലിയർ അല്ലേ? 3 പ്രാവശ്യം ഇത് പറഞ്ഞ് നീ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തോ? ഡിഡ് യു പ്രാക്ടീസ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ? കം ഓൺ. Did you practice English yesterday? Did you practice English yesterday? No, I didn't practice English yesterday. Come on. No, I didn't practice English yesterday. No, I didn't practice English yesterday. ഇത് സ്റ്റുഡന്റ് പറയുന്ന ആൻസർ ആണ്. No, I didn't practice English yesterday. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തില്ല എന്ന് സ്റ്റുഡന്റ് പറയുമ്പോൾ ഒരു ടീച്ചർ എന്താ പറയാ? നീ എന്തുകൊണ്ട് ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തില്ല? നീ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. കണ്ടോ? നീ ഇന്നലെ എന്തുകൊണ്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തില്ല? Why didn't you practice English yesterday? Come on. Why did you practice English yesterday? Why did you practice English yesterday? Why did you practice English yesterday? Why ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റേസ് ചെയ്യേണ്ട കാര്യമില്ല. Why didn't you practice English yesterday? Come on. Why did you practice English yesterday? Why did you practice English yesterday? Why did you practice English yesterday? അത് റേസ് ചെയ്യുന്നുണ്ട് അല്പം കേട്ടോ. അത് ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേസ് ചെയ്യേണ്ട കാര്യമില്ല. Did you practice English yesterday? അവിടെ റേസ് ചെയ്യണം. Yes. No, I didn't practice English yesterday. Why didn't you practice English? കണ്ടോ? Why didn't you practice English? വേണ്ട. Why didn't you practice English? Okay, good. എന്നിട്ട് പറയാണ് നീ ഇന്നലെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. You should have practiced English yesterday. Come on. You should have practiced English yesterday. You should have practiced English yesterday. You should have practiced English yesterday. ഇത് ക്ലിയർ അല്ലേ പറഞ്ഞത്? Yes, sir. ഓക്കെ, അപ്പൊ പോസിറ്റീവ് സെൻസ് അവിടെ ഉപയോഗിക്കണേ എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം. ഇനിയിപ്പോ നമ്മള് ഹസ്ബൻഡ് അടുത്തൊരു കാര്യം ചോദിക്കാന്നിരിക്കുക. ഓക്കെ, നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണ്.
നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തോ? ഡിഡ് യു ഡെപ്പോസിറ്റ് ദി എമൗണ്ട് യെസ്റ്റർഡേ എന്ന് ചോദിക്കുകയാണ്. നോ ഐ ഡിഡ്ന്റ്, ചെയ്തില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ എന്താ ആളുടെ അടുത്ത് പറയാ? നിങ്ങൾ എന്തുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തില്ല? നിങ്ങൾ ഇന്നലെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിരുന്നു. കമോൺ. മൊത്തം സെന്റൻസ് എന്തുകൊണ്ട് നീ ഇന്നലെ ഡെപ്പോസിറ്റ് ചെയ്തില്ല? വൈ ഡിഡ് യു ഡെപ്പോസിറ്റ് യെസ്റ്റർഡേ? കമോൺ. When you deposit yesterday? When you deposit yesterday? നീ ഇന്നലെ ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു. You should have deposited yesterday. You should have deposited. Third form. You should have deposited yesterday. You should have deposited yesterday. You should have deposited yesterday. Okay, deposited. Okay, അത് ED വരണം അവിടെ. ടീയിലും ഡിയിലും അവസാനിക്കുന്നതിന് ED കേൾക്കണം ശരിക്കും. ഓക്കെ, യു ഷുഡ് ഹാവ് ഡെപ്പോസിറ്റഡ് ദി എമൗണ്ട് യെസ്റ്റർഡേ ചെയ്യണമായിരുന്നു. ഓക്കെ, ഗുഡ്. നിങ്ങൾ ഇന്നലെ പച്ചക്കറി വാങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ തുറന്ന് നോക്കിയപ്പോൾ പച്ചക്കറിയിൽ ഒന്നുമില്ല, ഭക്ഷണം വയ്ക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഉടനടി ഹസ്ബൻഡ് ഉറങ്ങാണ്, ആളെ വിളിച്ചേൽപ്പിച്ചു. ഇന്നലെ പച്ചക്കറി വാങ്ങിയാ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ആള് പറഞ്ഞു ഇല്ല, അയ്യോ ഞാൻ മറന്നുപോയി എന്ന് പറയാണ്. അപ്പോൾ ആളുടെ അടുത്ത് എന്നിട്ട് നമ്മൾ പറയാ, നമ്മൾ വിമർശിക്കണ ആളെ, ഇന്നലെ നിങ്ങൾ പച്ചക്കറി വാങ്ങേണ്ടതായിരുന്നു, നീ പോയി മേടിക്കുക എന്ന് പറയാണ് നമ്മൾ. പോയി ഇന്നലെ മേടിക്കേണ്ടതായിരുന്നു നിങ്ങൾ എന്ന് പറയാ. ശ്രദ്ധിക്ക്, നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ പറയാൻ ശ്രമിക്കും. യു ഷുഡ് ഹാവ് bought vegetables yesterday. You should have bought vegetables yesterday. നീ വാങ്ങിക്കണമായിരുന്നു. You should have bought vegetables yesterday. Come on. You should have bought vegetables yesterday. Should have എന്ന് പറഞ്ഞു. Should have എന്ന് പറഞ്ഞു. Should have. 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 You should have. Should have. You 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 should have bought. 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 You should have bought vegetables yesterday. 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 നമുക്ക് തൃപ്തിയാവണ വരെയാണ് പ്രാക്ടീസ്. You should have bought vegetables yesterday. You should have bought vegetables yesterday. You should have bought vegetables yesterday. Come on. You should have bought vegetables yesterday. 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 അവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വരുന്നുണ്ട്. You should have bought, അങ്ങനെയല്ല. You should have bought vegetables yesterday. 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 Gap, no gap, please. Yes, sir. You should have bought vegetables yesterday. 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 ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് റിയൽ ലൈഫിൽ ഒരാളുടെ അടുത്ത് പറയണ പോലെ, അപ്പൊ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, നിങ്ങൾ കാണാൻ പറ്റണം. ഹസ്ബൻഡ് അടുത്ത് പറയുകയാണ്, നിങ്ങൾ വാങ്ങണമായിരുന്നു ഇന്നലെ വെജിറ്റബിൾസ് എന്ന് പറയണ അതേ ഫീൽ. യു ഷുഡ് ഹാവ് ബോട്ട് വെജിറ്റബിൾസ് യെസ്റ്റർഡേ. വൈ ഡിഡ് യു ബൈ വെജിറ്റബിൾസ് യെസ്റ്റർഡേ? അതുപോലെ ചോദിക്കണം. കമോൺ. You should have bought vegetables yesterday. You should have bought vegetables yesterday. You should have vegetables yesterday. You should have bought vegetables yesterday. Good. അപ്പോൾ അത് ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? Yes, sir. ഇനി നമ്മൾ ചോദിക്കുകയാണ്, എടാ നീ ഇന്നലെ രഞ്ജുവിനെ ക്ഷണിച്ച? നീ ക്ഷണിക്കണമായിരുന്നു രഞ്ജുവിനെ ഇന്നലെ. ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ നീ ക്ഷണിക്കണമായിരുന്നു, ഇന്നലെ ക്ഷണിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം. You should have advised him. You should have supported me. You should have advised me. You should have obeyed me. You should have killed that snake. You should have informed the police. You should have bought a sari for me. കണ്ടോ, ഇങ്ങനെ എത്ര സെന്റൻസ് വേണമെങ്കിലും റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ഈ സെന്റൻസ് മാത്രം ഉണ്ടായതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇത് സംസാരത്തിന്റെ ഉള്ളിൽ വരുന്ന എന്താണ്, ഒരു സെന്റൻസ് മാത്രമാണ്, ഒരു ടൈപ്പ് സെന്റൻസ്. 600-ൽ പരം സെന്റൻസുകൾ ഒരെണ്ണം മാത്രം. പക്ഷേ നമുക്കറിയാം ഏറ്റവും ആവശ്യമുള്ള
ഏറ്റവും ആവശ്യമുള്ള ടോപ്പിക്സുകൾ നമ്മൾ ഭയങ്കര ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, എല്ലാ ടോപ്പിക്സും. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, നോക്കിയേ, ഈ ടോപ്പിക്ക് നമ്മൾ എടുത്തത് ഷുഡാണ് എടുത്തത്. പക്ഷെ ഞാൻ എടുത്തത് ഷുഡിലല്ല സ്റ്റാർട്ട് ചെയ്തത്. ഡിഡ് എടുത്തു, വാസ് എടുത്തു, ഹാഡ് എടുത്തു, ഡിഡ് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ഷുഡിലേക്ക് കൊണ്ടുപോയി. എന്തിനാ? വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് എനിക്ക്. നമ്മുടെ ബേസിക് ലെവൽ പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ ബേസിക് ലെവൽ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ പ്രശ്നം ഉണ്ടാവും, ഒന്നും കുഴപ്പമില്ല. ഗുഡ്. ഇനി നമുക്ക് ഇതിനെ നെഗറ്റീവിലേക്ക് കൊണ്ടുവരാം. യു ഷുഡ് ഹാവ് കോൾഡ് മീ അറ്റ് 5 yesterday. ഹൗ ക്യാൻ യു ചേഞ്ച് ദിസ് സെന്റൻസ് ഇൻ ടു നെഗറ്റീവ്? Why didn't you call me yesterday? അതെങ്ങനെയാ? നീ ഇന്നലെ എന്നെ വിളിക്കണമായിരുന്നു 5 മണിക്ക് എന്നുള്ളതിന്റെ മലയാളം നെഗറ്റീവ് പറഞ്ഞു. നീ ഇന്നലെ എന്നെ 5 മണിക്ക് വിളിക്കണമായിരുന്നു. നീ ഇന്നലെ എന്നെ 5 മണിക്ക് വിളിക്കരുതായിരുന്നു. വിളിക്കരുതായിരുന്നു. അപ്പൊ ഇവിടെ ഷുഡിന്റ് ഹാവ്. കണ്ട? അപ്പൊ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചോ 3 ഇരട്ടിയാണത്. കാരണം പോസിറ്റീവ് സെൻസ് കണ്ടാൽ അതിന് നെഗറ്റീവ് ആക്കാനും പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നീ എന്നെ ഇന്നലെ 5 മണിക്ക് വിളിക്കരുതായിരുന്നു. വിളിച്ചത് പ്രശ്നമായി എന്നുള്ള രീതിയിലാണ് പറയണത്. വിളിക്കരുതായിരുന്നു. നീ എന്തിനാ എന്നെ 5 മണിക്ക് വിളിച്ചേ? നീ വിളിക്കരുതായിരുന്നു എന്നെ 5 മണിക്ക്. യു ഷുഡിന്റ് ഹാവ് കോൾഡ് മീ അറ്റ് 5 yesterday. വിളിക്കരുതായിരുന്നു. അപ്പൊ നിങ്ങൾ ഇന്നലെ 5 മണിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വിചാരിക്കുക. അപ്പൊ ഹസ്ബൻഡ് 5 മണിക്ക് വിളിച്ചു. അപ്പൊ ഒരു വലിയൊരു പ്രശ്നം നടന്ന സമയത്താണ് അവിടെ ഹസ്ബൻഡ് വിളിക്കുന്നത്. അത് ആകെ പ്രശ്നമായി, ആകെ പ്രോബ്ലം ആയി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് എന്നിട്ട് പറയാ, നിങ്ങൾ എന്തിനാ എന്നെ 5 മണിക്ക് വിളിച്ചേ? ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. നിങ്ങൾ 5 മണിക്ക് എന്നെ വിളിക്കരുതായിരുന്നു. എന്തിനാ വിളിച്ചേ? കണ്ടോ? ഈ സംഭാഷണം നമ്മളവിടെ ചോദിക്കേണ്ട വരാം. അപ്പൊ ആ ചോദ്യം നമുക്ക് ഓരോന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്തിനാ എന്നെ 5 മണിക്ക് വിളിച്ചേ? നിങ്ങൾ എന്തിനാ എന്നെ 5 മണിക്ക് വിളിച്ചേ? Why did you call me at 5? അത്രേ ഉള്ളൂ, സിമ്പിൾ ടോപ്പിക്. Why did you call me at 5? എന്തിനാ 5 മണിക്ക് വിളിച്ചു? Why did you call me at 5? 5 മണിക്ക് എന്തിനാ നീ എന്നെ വിളിച്ചേ? നീ വിളിക്കരുതായിരുന്നു എന്നെ 5 മണിക്ക്. You shouldn't have called me at 5. Shouldn't have called me at 5. 5 മണിക്ക് വിളിക്കരുതായിരുന്നു. കണ്ടോ? Shouldn't have. ഓക്കെ, അപ്പൊ ചെയ്യാൻ പാടില്ല, ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേറെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെയാണ് മനസ്സിലേക്ക് കൊണ്ടുവരണ്ടേ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, അപ്പോ ഹസ്ബൻഡ് ഒരു സാരി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ്. സാരി വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ നമ്മള് ഹസ്ബൻഡ് ആർക്ക് വേണ്ടി സാരി മേടിച്ചിട്ട് വന്നേ? അല്ല. ഓക്കെ, ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് ആര് സാരി മേടിച്ചിട്ട് വന്നു? ഹസ്ബൻഡ് സാരി വാങ്ങി വന്നു. ഓക്കെ, മേടിച്ച സാരിയുടെ വില എത്രയാ? 5000 രൂപ. ഓക്കെ, അപ്പൊ നമ്മൾ ഹസ്ബൻഡിന്റെ അടുത്ത് എന്താന്ന് പോയി കാണുമ്പോൾ പറയാ, നിങ്ങൾ എന്തിനാ ഇന്നലെ ആ സാരി വാങ്ങിയേ? നിങ്ങൾ അത് ഇന്നലെ വാങ്ങരുതായിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് 150 സാരി ഉണ്ട്. നിങ്ങൾ എന്തിനാ ഇന്നലെ അത് വാങ്ങിയത്? കണ്ടോ? ആ സംഭാഷണം മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ അമ്മയ്ക്ക് വേണ്ടി സാരി വാങ്ങിയേ? Come on. Why did you buy the saree for mother? Why did you buy this saree for your mother? ഒക്കെ ഉണ്ടോ? ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. Why did you buy this saree for your mother? Why did you buy this saree for your mother? Come on. Why did you buy this saree for your mother? Why did you buy this saree for your mother? Why did you buy this saree for your mother? നിങ്ങൾ ഇന്നലെ അമ്മയ്ക്ക് വേണ്ടി സാരി വാങ്ങരുതായിരുന്നു. You shouldn't have bought that. You shouldn't have bought it. Come on. You shouldn't have bought it. You shouldn't have bought it. You shouldn't have bought it. നിങ്ങൾ അത് വാങ്ങരുതായിരുന്നു. കണ്ട? മനസ്സിലേക്ക് ആ പിക്ചർ കൊണ്ടുപോകാട്ടോ. ഹസ്ബൻഡും പിക്ചർ കൊണ്ടുവരണം, അതുപോലെ ആ സാരി ഒക്കെ മനസ്സിലേക്ക് വരണം. യു ഷുഡിന്റ് ഹാവ് ബോട്ട് ഇറ്റ്. നീ വാങ്ങരുതായിരുന്നു. ഓക്കെ, എന്നിട്ട് നമ്മള് പറയാണ്, നിന്റെ അമ്മയ്ക്ക് 150 സാരി ഉണ്ട്. Your mother has 150 sarees. Your mother has more than 150 sarees. അങ്ങനെ വേണമെങ്കിൽ പറയാം. കണ്ടോ? 150 സാരിയൊക്കെ കൂടുതലുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഹസ്ബൻഡിന്റെ അടുത്ത് ആ പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെ ഉപയോഗിച്ചു? ഡിഡ് ഉപയോഗിച്ചു, ഡൂഡസ് ട്രാക്ക്. യുവർ മദർ ഹാസ് എന്ന് പറയുന്നത് ഡൂഡസ് ട്രാക്ക് ആണ്. യുവർ മദർ ഹാസ് മോർ ദാൻ 150 സാരീസ്. ഓക്കെ, അപ്പോൾ ഡൂഡസ് ട്രാക്ക് ഉപയോഗിച്ചു, ഡിഡ് ഉപയോഗിച്ചു, പിന്നെ നമ്മൾ എന്ത് ഉപയോഗിച്ചു?
ഷുഡിൻറ്റ് ഹാവ് ഡൺ സംതിങ്. കണ്ടോ, ഷുഡിൻറ്റ് ഹാവ് ഡൺ സംതിങ്. കണ്ടോ, ഐഡിയ കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ പോസിറ്റീവായിട്ട് എവിടെ ഉപയോഗിക്കാം, നെഗറ്റീവായിട്ട് എവിടെ ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഹൗ ക്യാൻ യു മേക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരാം കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. വെയിറ്റ്. ഓക്കെ, നമ്മൾ വീണ്ടും ഈ സംഭാഷണം ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ, നമ്മൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ആ മനസ്സിലേക്ക് ആ പിക്ചർ വീണ്ടും വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഗുഡ്. Why didn't you call me yesterday? I was busy yesterday, sir. Why were you busy? I had to go to my husband's house yesterday. Did you go there? Yes, I went there. When did you reach there? I reached there at 5. So you should have called me after 5. Why didn't you call me after 5? Okay. അവിടെ അതിൻ്റെ ആൻസർ ഞാൻ പറയുകയാണ് എങ്ങനെ നിങ്ങൾ പറയേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ചോദ്യം എന്തായിരുന്നു? അപ്പോൾ നിങ്ങൾ എന്നെ ഇന്നലെ 5 മണിക്ക് ശേഷം വിളിക്കണമായിരുന്നു. എന്തുകൊണ്ട് 5 മണിക്ക് ശേഷം എന്നെ വിളിച്ചില്ല എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനടി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ 5 മണിക്ക് ശേഷം വിളിക്കണമായിരുന്നോ എന്ന് ചോദിക്കണം എൻ്റെ അടുത്ത് തിരിച്ച്. Should I call you at 5 yesterday? Should I call you at 5 yesterday? Should I call you at 5 yesterday? ഇനി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. എപ്പോഴാണ് ഇതിൽ മാറ്റം വരുന്നത് വെച്ചാൽ പറയണം കേട്ടോ. ഓക്കെ, യു ഷുഡ് ഹാവ് കോൾ മീ അറ്റ് 5. നീ 5 മണിക്ക് എന്നെ വിളിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോദ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞേക്കണത് ഓക്സിലറി വെർബിനെ ഫ്രണ്ടിക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അല്ലേ. ഷുഡ് ഫ്രണ്ടിക്ക് വരണം. കോൾ എന്ന് കേട്ടതാണ്, കോൾഡ് തന്നെയാണ് ഉപയോഗിച്ചത്, വെർബിന്റെ തേർഡ് ഫോം. ഓക്കെ, യു ഷുഡ് ഹാവ് കോൾഡ് മീ അറ്റ് 5. കോൾഡ് മീ എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദ്യമാക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഞാൻ നിന്നെ 5 മണിക്ക് വിളിക്കണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഷുഡിനെ ഫ്രണ്ടിക്ക് കൊണ്ടുവരണം. ഷുഡ് ഐ, ഷുഡ് കഴിഞ്ഞാൽ ഐ വരണം. കാരണം യു ആൻസറിൽ വരുമ്പോൾ ഐ ആയിരിക്കണം ചോദ്യം വരുന്നത്. ഷുഡ് ഐ have called you at 5 എന്നാണ് ചോദിക്കേണ്ടതായിരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ചോദിച്ചെന്താ? ഷുഡ് ഐ കോൾ യു അറ്റ് 5. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ഒരു തിയറി നിങ്ങൾ ഫോളോ ചെയ്തില്ല. യെസ്റ്റർഡേ പാസ്റ്റ് കാര്യമാണ്. പാസ്റ്റ് കാര്യമാണെങ്കിൽ ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം ഉപയോഗിക്കണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിയറി തെറ്റിച്ചു, റോങ് സെന്റൻസും റോങ് ആയി. അപ്പൊ ചില സ്റ്റുഡൻസ് എന്നോട് ചോദിക്കും, ഓക്കെ ഷുഡ് ഐ കോൾ യു അറ്റ് 5 യെസ്റ്റർഡേ എന്ന് വെച്ചപ്പോൾ എന്താ പ്രോബ്ലം? കാരണം യെസ്റ്റർഡേ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അപ്പൊ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് ഭാഷ ഉപയോഗിക്കുന്നത്. യെസ്റ്റർഡേ എന്നുള്ള വാക്കുണ്ട്, ഐ ഉണ്ട്, കോൾ ഉണ്ട്, ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ പ്രോബ്ലം? ഇത് ഇങ്ങനെ പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റില്ലേ? ഓക്കെ, അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ. നമുക്ക് അതിനുള്ള ആൻസർ ഒന്നേ ഉള്ളൂ. എന്താ? നമ്മൾ എഴുതാൻ പോകുന്നത് കേംബ്രിഡ്ജിന്റെ എക്സാം ആണ്, IELTS. അതുപോലെ OET, PT, ഇതൊക്കെ ടോപ്പ് ലെവൽ ക്വാളിറ്റിയുള്ള എക്സാംസ് ആണ്. അതുപോലെ നമ്മൾ നല്ല ജോബ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതല്ലാതെ വേറെ നോർമൽ ജോബ് അല്ല. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ റൂൾ ഫോളോ ചെയ്യണം. ഇനി നോർമൽ ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, നോർമൽ സംഭവങ്ങളാണെങ്കിൽ ഞാൻ പറയും 50 ടോപ്പിക്സ് വരെ പെർഫെക്റ്റ് ആക്കുക, ബാക്കിയുള്ളത് തട്ടിക്കോ. ഓക്കെ, നോർമൽ ആവറേജ് ജോബ് ആണെങ്കിൽ നമുക്കതല്ല, നമുക്ക് ടോപ്പ് ലെവൽ, അപ്പോൾ നമുക്ക് ഇത് പറ്റില്ല. ഓക്കെ, അപ്പോൾ രണ്ട് രീതി ചിന്തിച്ചോളാൻ. 50 ടോപ്പിക്സ് വരെ പെർഫെക്റ്റ് ആയിരിക്കണം, ബാക്കിയുള്ളത് വരുന്ന വഴിക്ക് വിട്ടോ. വലിയ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തവർ, നേരെ മറിച്ച് ക്വാളിറ്റി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ഇതിനൊക്കെ ശരിക്കും പിടിച്ചോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഞാൻ പറയേണ്ടത്? ഷുഡ് ഐ പറഞ്ഞു. Should I have to call you at 5 years? Call. Yes, sir. Okay. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 2 ഇവിടെ കാണാനില്ലല്ലോ. ഓക്കെ, അതൊന്ന്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹാവ് കഴിഞ്ഞ വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കാനാ പറഞ്ഞിട്ടുള്ളൂ. 2 ഇട്ടിട്ട് വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. കാരണം 2 കഴിഞ്ഞ വെർബിന്റെ തേർഡ് ഫോം ഉപയോഗിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അനാവശ്യമായി ഒരു 2 കൊണ്ടുവന്നു. അതെന്തുകൊണ്ടാ 2 വന്നതെന്ന് വെച്ചാൽ
ഹാവ് ടു എന്ന് കുറെ നമ്മൾ പറഞ്ഞത് കൊണ്ട് ഹാവ് കഴിഞ്ഞ ഉടനടി നമ്മൾ ടു വരും. ഓക്കെ, അപ്പോൾ അത് വേണ്ട. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അത് ഹാവ് ടുവിന്റെ ടോപ്പിക്കാണ്. ഐ ഹാവ് ടു ഗോ ദെയർ, ഷീ ഹാസ് ടു കം ഹിയർ, അതൊക്കെ ഹാവ് ടുവിന്റെ ടോപ്പിക്കാണ്. ഷുഡ് ഐ ഹാവ് ഡൺ സംതിങ് എന്നതിൽ ടു വരാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്താ? സബ്ജക്ട് പ്ലസ് ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം ആണോ? ഷുഡ് പ്ലസ് ഹാവ് പ്ലസ് ടു പ്ലസ് വെബ് തേർഡ് ഫോം ആണോ? should plus have plus third form. കണ്ടോ? അപ്പൊ അവിടെ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി ഞാൻ പറയുന്നു, കോമൺ സെൻസ് ഉള്ളവര് ഇത് 100 പ്രാവശ്യം ഉറക്കെ പ്രാക്ടീസ് ചെയ്തോ. ഓക്കെ, എന്തിനാ? ഈ പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെച്ച് തകർക്കാൻ പറ്റും. ഓക്കെ, ഈ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ 600 പാറ്റേൺസ് നമുക്ക് വരണേ. അപ്പൊ ഇത് നമ്മൾ 1-2 പ്രാവശ്യം മടി കാരണം 1-2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് വിട്ടാലൊന്നും നമ്മുടെ ബ്രെയിനിൽ ഇത് കയറില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ശരിക്കും മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. ഷുഡ് ഐ ഹാവ് കോൾഡ് യു അറ്റ് 5 യെസ്റ്റർഡേ? എൻജോയ് ചെയ്യണം. ആ സെന്റൻസ് പറയുന്നത് എൻജോയ് ചെയ്യണം. ഞാൻ നിന്നെ 5 മണിക്ക് ഇന്നലെ വിളിക്കണമായിരുന്നോ? ഈ ചോദ്യമാണ് ചോദിക്കണം, നിസ്സാര കാര്യമല്ല അത്. ഷുഡ് ഐ ഹാവ് കോൾഡ് യു അറ്റ് 5 യെസ്റ്റർഡേ? ഷുഡ് ഐ ഹാവ് ഇൻഫോംഡ് യെസ്റ്റർഡേ? ഷുഡ് ഐ ഹാവ് അഡ്വൈസ്ഡ് യെസ്റ്റർഡേ? ഷുഡ് ഐ ഹാവ് ബോട്ട് എ സാരി ഫോർ യെസ്റ്റർഡേ? ഇങ്ങനെയൊക്കെ തകർക്കാൻ പറ്റും നമുക്ക്. ആ കേൾക്കുന്നവർ ആ സെന്റൻസിൽ കേട്ട് ഞെട്ടും. കാരണം ഡു യു പ്ലേ, ഡിഡ് യു പ്ലേ യെസ്റ്റർഡേ, ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത്. അതിനേക്കാളൊക്കെ ടോപ്പ് ലെവൽ സെന്റൻസുകൾ. അപ്പോൾ നിങ്ങളുടെ സംഭാഷണത്തിൽ ഇങ്ങനത്തെ കുറേ ടഫായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരണം കറക്റ്റായിട്ട്. അത് പറയുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യണം. കൊള്ളാം, സൂപ്പർ, അങ്ങനെ എൻജോയ് ചെയ്താൽ നമുക്ക് ലാംഗ്വേജ് ശരിക്കും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. ഷുഡ് ഐ ഹാവ് കോൾഡ് യു അറ്റ് 5 യെസ്റ്റർഡേ? കം ഓൺ. Should I have called you at 5 yesterday? 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 ഓക്കെ, അപ്പൊ ഉടനടി ഞാൻ എന്തിട്ട് പറയേണ്ടത്? അപ്പൊ ഈ സംഭാഷണത്തില് നിങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളെ 5 മണിക്ക് വിളിക്കണമായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കാണ് എൻ്റെ അടുത്ത്. സംഭാഷണം മറന്നിട്ടില്ലല്ലോ ഇത്? ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നത്. ഷുഡ് ഐ ഹാവ് കോൾഡ് യു അറ്റ് 5 യെസ്റ്റർഡേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പൊ ഞാൻ പറയും യെസ് യു ഷുഡ് ഹാവ് കോൾഡ് മീ അറ്റ് 5 യെസ്റ്റർഡേ. നീ വിളിക്കണമായിരുന്നു. യെസ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടോ. യെസ് വേണ്ട, ഫുൾ പറയാം. യെസ് യു ഷുഡ് ഹാവ് കോൾഡ് മീ. യു ഷുഡ് ഹാവ് കോൾഡ് മീ. വിളിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് കോൾഡ് മീ എന്ന് പറയാണ്. അപ്പൊ ഉടനടി നിങ്ങൾ ചോദിക്കാണ് എന്തിന് വിളിക്കണമായിരുന്നു ഞാൻ എന്ന് ചോദിക്കാണ്. എന്തിനു വിളിക്കണമായിരുന്നു ചോദിക്കാണ്. ഓക്കെ, അതിന് മുൻപ് ഒന്നും കൂടി പറയുന്നുണ്ടോ മനസ്സിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്. Why didn't you call me yesterday? I was busy. Why were you busy, dear? I had to go to my husband's house. Did you go there? Yes, I went there. Yes, I went there എന്നല്ല. Yes, I went there. കണ്ടോ? Yes ആയിട്ട് കോമി ഉണ്ട് അവിടെ. Did you go there? Yes, I went there. When did you reach there? I reached at 5. So you should have called me after 5. Why didn't you call me after 5? Should I have called you at 5 yesterday? Should I have called you at 5 yesterday? ഞാൻ നിന്നെ വിളിക്കണമായിരുന്നോ? നീ ഇന്നലെ എന്നെ 5 മണിക്ക് വിളിക്കണമായിരുന്നു. എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? ഞാൻ വിളിക്കണമായിരുന്നു നിങ്ങൾ 5 മണിക്ക്. Yes, sir. Should I call you at 5 yesterday? Should I have called you? ഇവിടെ after 5 എന്നില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ after എന്നാക്കാം. Should I have called you after 5 yesterday? After 5 yesterday? Should I have called you after 5? 5 മണിക്ക് ശേഷം ഞാൻ നിന്നെ വിളിക്കണമായിരുന്നോ? Yes, you should have called me. വിളിക്കണമായിരുന്നു. ഓൾറെഡി നിങ്ങൾ എന്നോട് വീണ്ടും ചോദിക്കുകയാണ് എന്തിനു വിളിക്കണമായിരുന്നു? Why I have to call you? ഈ ചോദ്യത്തിന്റെ മുമ്പ് why ആഡ് ചെയ്താ പോരെ? Okay, sir. Why should I call you after 5? Why should I have called you? Why should I call you? കണ്ടോ? Why should I have called you? ട്രാക്ക് മാറ്റാൻ പറ്റില്ല. Have plus verb third form. ഓക്കെ, ഇനി ഇതിൽ ആകെപ്പാടെ വ്യത്യാസം വരുന്നത് ഇവിടെ ഷുഡ് സ്മോൾ ലെറ്റർ ആയി. Why should I have called you? എന്തിനു വിളിക്കണമായിരുന്നു? Why should I have called you? Come on. Why should I call you? Why should I have called you? Why should I have called you? Why should I call you? Why should I have called you?